ഹലോ ഫ്രണ്ട്സ്, നമ്മളിൽ പലരും ഗൂഗിൾ പേ, ഫോൺ പേ തുടങ്ങിയ ആപ്പുകൾ വഴിയാണ് റീചാർജ് ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ 299 രൂപയുടെ ജിയോയുടെ ഒരു റീചാർജ് എത്ര രൂപ ഏതൊക്കെ പ്ലാറ്റ്ഫോമിൽ വരുന്നു എന്ന് നോക്കാം. ഇതിൽ നമുക്ക് ആമസോൺ പേ വഴി റീചാർജ് ചെയ്യുമ്പോൾ 1 രൂപ പോലും റീചാർജിൻ്റെ എക്സ്ട്രാ കൊടുക്കേണ്ടതില്ല. 299 രൂപ മാത്രമാണ് വരുന്നത്. എന്നാൽ ഗൂഗിൾ പേയിൽ വരുന്നത് 1 രൂപ 90 പൈസ എക്സ്ട്രാ വരുന്നുണ്ട്. അത് ന്യായമാണെന്ന് വയ്ക്കാം. എന്നാൽ ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാവുന്നതാണ്. ഫോൺ പേയിൽ ഇതിൻ്റെ റീചാർജ് വരുന്നത് നോക്കുക. 299 രൂപ റീചാർജ് എമൗണ്ടും 3 രൂപ പ്ലാറ്റ്ഫോം ഫീയും കൺവീനിയൻറ്റ് ഫീ എന്ന് പറഞ്ഞിട്ട് 6 രൂപ 69 പൈസയും വന്നിട്ടുണ്ട്. അതായത് 299 രൂപയുടെ റീചാർജ് 308 രൂപ 69 പൈസ. അപ്പോൾ ഇത് നമ്മൾ മത്തി വാങ്ങുകയോ പച്ചക്കറി വാങ്ങിക്കുകയാണെങ്കിൽ ശരി 10 രൂപ കൂടിയാലും അത് ക്വാളിറ്റിക്കാണെന്ന് പറയാം. ഒരേ സർവീസ്, ഒരേ കാലാവധിയുള്ള ഒരേ പാക്കേജ്. ഇതിന് 8 രൂപ അധികം ഫോൺ പേയിൽ. അപ്പോൾ നിങ്ങൾ ആരും ഫോൺ പേ വഴി റീചാർജ് ചെയ്യാതിരിക്കുക എന്നതാണ് ഏറ്റവും നല്ലത്. പകരം ആമസോൺ പേ വഴിയായി റീചാർജ് ചെയ്യുക. ഇത്തരം നിരവധി അനവധി ടിപ്പുകളാണ് ഇനി നിങ്ങളെ കാത്തിരിക്കുന്നത്. അതിനായി ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.